ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ആദ്യം ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ടെമൂന്ന് മേടിച്ചൊരു സാധനമാണ്. ഇത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഭവം. ഓക്കെ, ഇതാണ് ഐറ്റം. ഹെയർ സ്ട്രൈറ്റ്നർ ആണ്. ടെമൂന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നല്ല പാക്കിംഗ് ഒക്കെയാണ്. മാനുവലൊക്കെ ഉണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ ഓരോ സ്വിച്ച് ഉണ്ട് കേട്ടോ. അതായത് പവർ ഓൺ ഓഫ് ചെയ്യാം. 170, 190, 210, 230 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് നോക്കാവേ. ഇനി പവർ വരുമ്പോഴത്തേക്ക് ഇവിടെ റെഡ് ലൈറ്റ് കത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ 170 ഇപ്പൊ 190 ഇട്ടു. അപ്പൊ 190 വരെ ഒരു ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ട്. സംഭവം ചാർജിൽ കുത്തിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇതൊന്ന് പവർ കയറി ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ ശരിക്കും നാട്ടിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞ ഒരു മാർച്ച് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴും ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നു. നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇതുപോലെ സ്മൂത്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതുവരെ വളർന്നിട്ടുണ്ട് ഇപ്പം. അപ്പൊ ഞാൻ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പോഴത്തേക്ക് ഇതായിരുന്നു റൂട്ട്. അപ്പൊ ഇതിപ്പം നീളം വെച്ച് ഇതുവരെ വന്നു. അപ്പൊ ഇത്രയും മുടി പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും 5000 കൊടുക്കണം. അപ്പൊ ജസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്മൂത്തൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ താഴോട്ട് വേണ്ട, ശരിക്കും ഈ ഒരു റൂട്ട് ഭാഗം മാത്രം ചെയ്താൽ മതി. പക്ഷെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും ഇതുവരെ വളർന്നിറങ്ങി, ഇനിയിപ്പോ എന്തായാലും ഫുള്ള് ചെയ്യണം, പകുതി ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ചൂടായെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഈ ഒരു മുടിയൊക്കെ ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്, ഈ ഒരു ഹെയർ കണ്ടോ. അപ്പൊ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാവേ. കണ്ടോ, കുറച്ച് ആ ചുളിവ് മാറി നല്ല ചൂടാവുന്നുണ്ട്. എന്റെ ഫ്രണ്ടിൽ ഇത്രയും ഒന്ന് പിടിച്ചിട്ട് റൂട്ട് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. റൂട്ട് മാത്രം ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും. നേരത്തെ ഞാൻ കിടന്ന ഹെയറും ഇപ്പൊ കിടന്ന ഹെയറും കണ്ടോ, നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട് സംഭവം. അപ്പൊ ഞാൻ ഹെയർ ഒക്കെ സ്ട്രെയിറ്റൻ ചെയ്തു, ഒന്ന് സ്മൂത്തൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലത്തെ മാത്രം ഞാൻ ചെയ്തോളൂ കേട്ടോ. അപ്പം നേരത്തെ കിടന്ന ഒരു ഹെയറും ഇപ്പൊ കിടക്കുന്നതിന്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സംഭവം കൊള്ളാം, അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ബെറോസ് കാണാൻ പോവാണ്. ബെറോസ് പപ്പയെ കാണാൻ പോവാണ്. നാട്ടിൽ പക്ഷെ ബെറോസ് വലിയ തിരക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ ബുക്കിംഗ് ഒക്കെ നോക്കിയപ്പോഴും റിവ്യൂ ഒക്കെ ഒരു മിക്സഡ് റിവ്യൂസ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തേക്കുന്നത് ഇവിടെ ലാറ്റ്വിയയിലാകെ ഒരു ഷോയെ ബെറോസിലുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ബെറോസ് ഫിലിം കാണാൻ പോവാണ്. ബെറോസ് പപ്പയെ കാണണ്ടേ? Are you excited? Yeah, I'm excited. Like this stone. Yeah, so excited. നമ്മളൊക്കെ കണ്ട 3D ഫിലിം ഏതാണെന്നറിയോ നിയ? മൈ ഡിയർ കുട്ടിശാത്തനാക്കെയാണ് നമ്മൾ കണ്ട 3D ഫിലിം. നിയ കാണാൻ പോകുന്ന ഫസ്റ്റ് ഫിലിമാണ് ബെറോസ്. അങ്ങനെ ഞങ്ങള് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇപ്പൊ ഇവിടെ സമയം 7 മണിയാണ്. 9 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് താഴെ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ താഴെയായിട്ട് ക്രിസ്മസ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണിച്ചു തരാവേ. ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ ഞങ്ങള് ബസ്സിലിരിക്കുകയാണ്. ലാറ്റ്വിയയിലെ ബസ്സിലെങ്ങും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ലനിയ ബാക്കിൽ ആരൊക്കെയോ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല ബസ്സിൽ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളിവിടെ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ട് വഴി പോയപ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് കാണിച്ചു തരാവേ. ഞങ്ങളപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് കരുതി. അങ്ങനെ നീക്ക് ഇഷ്ടപ്പെട്ട ഡോണറ്റ് ഉണ്ട്, നീക്ക് ബർഗർ ഉണ്ട്, അങ്ങനെ കോഫി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് കയറാൻ പോവാട്ടോ.
ഇങ്ങനെ മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. Look at this noise of the people. Papa. What about? കുക്കീസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. രണ്ടുപേരും ഇരിക്കുന്നു. നീ അവിടെ ആപ്പിൾ ഉണ്ട്. രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ടാ. രണ്ടുപേരും ഇരിക്കുന്നുണ്ട് അവിടെ. പീക്കോക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ അതേ ഫിലിമിന് കയറാൻ പോവുകയാണ്. അങ്ങനെ ഗ്ലാസ്സൊക്കെ വാങ്ങുകയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഒരു ഗ്രീൻ ഗ്ലാസും നമ്മുടെ അഡൽറ്റിനൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് ഗ്ലാസ്സും ആണ്. അപ്പോൾ നാട്ടിൽ എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇതേ സീറ്റിലൊന്നും ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 20 കുറവായിരുന്നു ആൾക്കാർ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ഞാനിങ്ങനെ നീയനെ ഇസബെല്ല എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുവാണ്. മൂവിനെ കുറിച്ച് പറയുവാണെങ്കിൽ 3D എഫക്ട്സ് ഒക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അണ്ടർ വാട്ടർ സോങ് ഒക്കെ നല്ലതാണ്. ഇസബെല്ലയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒരു ലൂപ്പിൽ കിടന്ന് കളിക്കുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ ബൈ.